വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഏക്നാഥ് ഷിൻഡെയെ തഴഞ്ഞ മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് മുഖ്യമന്ത്രി സ്ഥാനം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 2219 കോടിയുടെ പാക്കേജാണ് മന്ത്രാലയ സമിതി പരിഗണിക്കുന്നത്. മന്ത്രാലയങ്ങളുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. അതേസമയം കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട കേരളത്തിലെ എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു. 23 അംഗ ലോക്സഭ രാജ്യസഭ എംപിമാരുടെ സംഘമാണ് അമിത്ഷായെ കണ്ടത്. വയനാട് പാക്കേജിന്റെ വിശദാംശങ്ങൾ നാളെ അറിയിക്കുമെന്ന് അമിത്ഷാ മറുപടി നൽകിയിട്ടുണ്ട്. ഏകനാഥ് ഷിൻഡെയുടെ സമ്മർദ്ദം ഫലം കാണാതെ വന്നതോടെ നാളുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബിജെപി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് മുംബൈയിലെ ആസാദ് മൈതാനത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. സത്യപ്രതിജ്ഞയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും മാത്രമേ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യൂ. മഹാരാഷ്ട്ര നിയമസഭാ ഫലം പുറത്തുവന്ന 11 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ധാരണയുണ്ടാക്കാൻ സാധിച്ചത്. ശബരിമലയിൽ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി. ശബരിമല, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഡോളി തൊഴിലാളി സമരം പോലെയുള്ളത് ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമല തീർത്ഥാടന കേന്ദ്രമാണെന്നും സമരങ്ങൾ ഭക്തരുടെ ആരാധനാവകാശത്തെ ബാധിക്കുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ുമായി ബന്ധപ്പെട്ട കേസിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് പരിഗണിക്കുകയായിരുന്നു കോടതി. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും കോടതിയുടെ നിർദ്ദേശം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു. സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ വാൻ കുറുകെയിട്ട് തടഞ്ഞ ശേഷം പെട്രോൾ ഒഴിച്ച തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഭാര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി 10ഓടെയുണ്ടായ സംഭവത്തിൽ കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് മരിച്ചത്. സംഭവത്തിൽ അനിലയുടെ ഭർത്താവ് പത്മരാജനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദക്ഷിണ കൊറിയയിൽ നടപ്പിലാക്കിയ പട്ടാള നിയമം പിൻവലിച്ച പ്രസിഡന്റ് യൂൺ സുക് യോൾ പ്രതിഷേധം കനത്തതോടെയാണ് നടപടി. ദക്ഷിണ കൊറിയയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതേസമയം നിയമം പ്രഖ്യാപിച്ച 6 മണിക്കൂറിനുള്ളിലാണ് പട്ടാള നിയമം പിൻവലിച്ച് ഉത്തരവിറക്കിയത്. പട്ടാള നിയമം പ്രഖ്യാപനത്തിനു പിന്നാലെ രാത്രി സൈന്യം പാർലമെന്റ് വളഞ്ഞിരുന്നു. കളർകോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ പുരോഗതി, 4 പേരുടെ നില മെച്ചപ്പെട്ടതായി പ്രത്യേകം രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നു. ആനന്ദ്, മനു, ഗൗരി ശങ്കർ, മുഹസിൻ, കൃഷ്ണദേവ് എന്നിവരുടെ നിലയാണ് മെച്ചപ്പെട്ടത്. 2 പേരെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ വീട് നിർമ്മാണം എന്നിവയടക്കമുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഹൈക്കോടതി ജീവനക്കാരുടെ ഡ്യൂട്ടി സമയത്തെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ചു. ഡ്യൂട്ടി സമയത്ത് ജീവനക്കാരുടെ മൊബൈൽ ഉപയോഗം ഹൈക്കോടതിയുടെ ഓഫീസ് പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും പോരാട്ടം തുടരുന്ന ലെബനനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ 11 മരണം. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിനു മറുപടിയായാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ള അംഗങ്ങളെയും ആയുധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.